ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലസ് വിത്ത് അക്കു. ആൻഡ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു തഞ്ചാവൂർ പോയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ആൻഡ് പോയത് ഞങ്ങൾ 3 പേരാണ്, ഞാനും എൻ്റെ കസിനും പിന്നെ എൻ്റെ ചേച്ചിയും കൂടിയിട്ട്. അങ്ങോട്ടേക്ക് ഞങ്ങൾ ബസ്സും ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ട്രെയിനുമാണ് ചൂസ് ചെയ്തത്. കാര്യം ഞങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ള ട്രെയിൻ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരുന്നില്ല. ഞങ്ങളൊരു ദിവാലി ടൈമിലാണ് പോയൊരു 1 മന്ത് ബാക്ക് എടുത്ത വീഡിയോ ആണ്, പക്ഷെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബസ്സിൽ പോയ ഒരു എന്താ പറയുക ആ ഒരു ട്രിപ്പ് അത് വേറൊരു വൈബാണ്. കാര്യം ഞങ്ങൾ ഈവനിങ് ആണ് ഇവിടുന്ന് കയറി, ഒരു അറൗണ്ട് 4:30 or 5:30 സമയത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. വെളുപ്പിന് ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തഞ്ചാവൂർ എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബസ്സിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. എൻ്റെ കസിൻ കയറിയത് ഇടയിൽ നിന്നാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് കയറിയത്. പിന്നെ ഞങ്ങൾ പാലക്കാട് എത്തുമ്പോൾ നമുക്ക് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. ഓൾറെഡി ഞങ്ങളുടെ ബസ് ഡിലേ ആയി, കാര്യം ഒരു 1 hour ഡിലേ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴും ഒരു 1 hour ഡിലേ ആയിട്ടുണ്ടായിരുന്നു, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഈവനിങ് മഴയൊക്കെ ഉണ്ടായി, അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെ കുറച്ച് സീന് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആൻഡ് ഞങ്ങളത് പാലക്കാട് എത്തിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഇതാണ് ഞങ്ങൾ വന്ന ബസ് കേട്ടോ, KSRTC സ്വിഫ്റ്റ് ആണ്. വേളാങ്കണ്ണിക്കൊരു ട്രിപ്പായിരുന്നു. ആൻഡ് നമുക്ക് തഞ്ചാവൂരായിരുന്നു ഇറങ്ങേണ്ടത്. ആൻഡ് ഞങ്ങൾ തഞ്ചാവൂർ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത KSRTC നമ്മൾ പിടിച്ചിട്ട് ഇത് വന്നിട്ട് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് അവിടെ നിന്ന് കിട്ടും ഒരു 10 rupees എന്തോ അറൗണ്ട് ഉള്ളൂ. ആൻഡ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നിട്ട് അവിടെ IRCTCയുടെ റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്, റൂം ഫ്രഷ് ആവാനും അതുപോലെ റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ. ആൻഡ് ഇത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. ആൻഡ് അവിടെ നമുക്ക് IRCTCയിൽ നമുക്ക് പെർ ഹെഡ് 200 rupees ആണ് 2 hourന് ഒരാൾക്ക് കേട്ടോ. ആൻഡ് ഞങ്ങൾ റെഡിയായി. അവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഷെയർ ഓട്ടോസ് കിട്ടും. 10 rupees per head ആണ്. ആൻഡ് അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഗോപുരമൊക്കെ അകലിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ നിന്ന് ഇത്രയും ദൂരം ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അമ്പലത്തിലെത്തിയപ്പോഴൊക്കെ. ആൻഡ് നമുക്ക് കിട്ടിയ ആൾക്കാരുകളാണെങ്കിലും കേട്ടോ, ഇപ്പോൾ ഷെയർ ഓട്ടോയിലൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ നോക്കും. നമ്മൾ 3 പെൺകുട്ടികളാണോ വന്നിരിക്കുന്നത്, കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു സ്നേഹം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് നല്ല ആൾക്കാരുകളാണ് ഞങ്ങൾ പരിചയപ്പെട്ടതൊക്കെ. ആൻഡ് അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഓൾറെഡി അവിടെ നിന്ന് സെക്യൂരിറ്റീസൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്, വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ, ഫോട്ടോഗ്രാഫീസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പുറമേ നിന്ന് എടുത്ത വീഡിയോസാണ്, അകത്ത് വെച്ചെടുത്ത വീഡിയോസൊക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കൂടി ആണ് നമുക്ക് വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിലേ വന്നത്, അതൊരു റീസണാണ്. ആൻഡ് വളരെ എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. കാര്യം ഒരു രാവിലെ ഒരു 8 o'clock or 9 അറൗണ്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ആയി വരണേ ഉള്ളൂ, മഴയൊക്കെ തോർന്നിട്ട് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സീൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനും അമ്പലം ചുറ്റി കാണാനും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ആൻഡ് കറക്റ്റ് ആ ഒരു 10 or 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ നമുക്ക് വെയിലിൻ്റെ വലിയ സീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അമ്പലം അത് അടാറ് സംഭവമാണ്, നമുക്കത് കാണണം അമ്പലം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആര്യാസിൽ കയറി ഫുഡ് കഴിച്ചു. എനിക്ക് പേഴ്സണലി ആര്യാസിലെ ഫുഡ് അത്ര അങ്ങോട്ട് പിടിച്ചില്ല, അവിടുത്തെ ആയതുകൊണ്ടാണോന്ന് അറിയില്ല. ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, താല്പര്യമില്ലാത്ത രീതിയിലാണ് ഞാൻ ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ അവിടെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതങ്ങ് ആ ഇരിപ്പങ്ങ് ഇഷ്ടപ്പെട്ടു. ഞങ്ങളവിടെ അങ്ങ് എന്താ പറയുക കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. ആൻഡ് പിന്നെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല മഴയായി. അപ്പോൾ ഞങ്ങളവിടെ പെട്ടുപോയി ഗൈസ്. ആൻഡ് അവിടെ ഇരുന്ന് പിന്നെ പോസ്റ്റ് അടിച്ച് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളുടെ ട്രെയിൻ വന്നല്ലോ, അതുവരെ അവിടെ ഇരുന്ന സമയം തള്ളി നീക്കി. ഈവനിങ് ഞങ്ങളൊരു വാക്കിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ രാത്രിയത്തേക്ക് കഴിക്കാനുള്ള ഫുഡും പിന്നെ ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ രാത്രിയത്തേക്കുള്ള ഫുഡ് മേടിച്ച് വെക്കുകയാണെങ്കിൽ ട്രെയിനിൽ വെച്ച് നമുക്ക് കഴിക്കാമല്ലോ, അതുകൊണ്ട്. ആൻഡ് ട്രെയിൻ ഞങ്ങൾക്ക് വൈകിട്ട് 6:30 എന്തോ ആയിരുന്നു തോന്നുന്നു. ആൻഡ് അത് തഞ്ചാവൂരിൽ നിന്ന് നമുക്കിവിടെ എറണാകുളത്തേക്കുള്ളതായിരുന്നു. ആൻഡ് അത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഓൾറെഡി സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കിടന്നു. ആൻഡ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്നു. ആൻഡ് വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. ആൻഡ് വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ പോയിട്ട് വന്നു സേഫായിട്ടും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.